Hi, Namaste, welcome back viewers, welcome back to my channel Vinchera. 1 minute ക്യാൻഡിലിൽ 1 മിനിറ്റിലെ ചാർട്ടിലൂടെ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഈസിയാണ്. നമുക്ക് മോർണിംഗിൽ തന്നെ ഒരു പ്രോഫിറ്റ് നേടാൻ സാധിക്കും. പക്ഷേ നമുക്കത് സിഗ്നൽസ് കൺഫേം ആയി പ്രോപ്പർ ബ്രേക്ക്ഔട്ട് പോയതിന് ശേഷം മാത്രം എടുക്കാം. ഏതൊക്കെ സിഗ്നൽ എടുക്കാം, ഏതൊക്കെ സക്സസ്ഫുൾ ആകും എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ ലൈവിലൂടെ കാണിച്ചു തരാം. ഇന്ന് 25th ഏപ്രിൽ, ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ഹൈക്ക് മേളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം നല്ലൊരു പെർഫോമൻസ് മോർണിംഗിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അപ്പം തന്നെ അത്രയും തന്നെ മാർക്കറ്റ് പിന്നെ ബാക്ക് അടിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പം എടുക്കുന്നവർക്ക്, അതായത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് എടുക്കുന്നവർക്കൊക്കെ ഒബ്വിയസ്ലി മാർക്കറ്റ് നല്ലൊരു ഡൗൺ പോയിന്റിന്റെ എസ്എൽ ഹിറ്റ് ഉണ്ടാവും. അപ്പം മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിട്ടൊരു 12.5 വരെ മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് നല്ലൊരു ഹ്യൂജ് ഹൈക്ക് മാർക്കറ്റിൽ പോയത്. അതുവരെ മാർക്കറ്റ് അപ്പ് ഡൗൺസ് ആയിട്ട് നിൽക്കുമായിരുന്നു. ഭയങ്കര ഒരു കൺസോളിഡേഷനാണ് മാർക്കറ്റിൽ ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കാൽപ്പിംഗ് എന്നുള്ളത് നമുക്ക് ഏത് മാർക്കറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് 1 മിനിറ്റ് ചാർട്ടിലൂടെ. ഇപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ 1 മിനിറ്റ് കാണിക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ 1 മിനിറ്റിലെ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ M1ൻ്റെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം തിരിച്ച് മാർക്കറ്റ് ബാക്കിലേക്ക് കയറി, അപ്പിലേക്ക് കയറി, അവിടെ ചെറിയ കയറ്റം കയറിയിട്ട് തിരിച്ചിറങ്ങി. പിന്നെ എഗെയിൻ ഇവിടെ ഒരു നല്ലൊരു ബൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അപ്രോക്സിമേറ്റ് 48,072 നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 48,300, ഞാൻ 300 രാവിലെ മോർണിംഗിൽ ബ്രേക്ക്ഔട്ട് പോയി 48,093 ഞാൻ 300 ഞാൻ കോൾ ഓപ്ഷൻ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്കത് മാർക്കറ്റ് ഓപ്പൺ ആയി. ഇപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് പോയിട്ടുണ്ട്. 4110 നിന്ന് നേരെ മാർക്കറ്റ് 515 വരെ പോയിട്ടുണ്ട്. അത് നെക്സ്റ്റ് മന്ത് കോൺട്രാക്റ്റ് ആണ്. ഇന്നത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് പോയിട്ട് നമുക്കതായത് ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് പോയിട്ടുണ്ട്. ഇവിടെ നേരെ മാർക്കറ്റ് കയറി അപ്രോക്സിമേറ്റ് 251 നിന്ന് നേരെ കയറി 317 വരെ പോയി, പിന്നെ ബാക്ക് അടിച്ചിട്ട് പിന്നെ എഗെയിൻ കയറുകയാണ്. അത് 278 നല്ലൊരു ഹൈക്ക് മാർക്കറ്റിൽ പോയിട്ടുണ്ട്. 396 വരെ ആ ഒരു ഹൈക്ക് വിത്തിൻ ഹാഫ് ആൻ അവറിൽ നെക്സ്റ്റ് രണ്ടാമത്തെ ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അത് 11 മണിക്ക് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകാൻ സാധിച്ചു. പക്ഷേ ഹ്യൂജ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീക്കിലിയുടെ ഈ വീക്കിൻ്റെ നെക്സ്റ്റ് വീക്കിൻ്റെ 2 കോൺട്രാക്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് സോഫ്റ്റ് വർക്കൗട്ട് ആകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും സിമ്പിളാണ്. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ബൈ ആണെങ്കിൽ സെല്ല് വന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നൽ വന്നിരിക്കുന്ന ഏതാണോ, ഇപ്പോൾ ഇതിനകത്ത് ലേറ്റസ്റ്റ് സെല്ലാണ് വന്നിരിക്കുന്നത്. സെല്ല് വന്ന സമയമാണ് 3:1 അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. സിഗ്നൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ കൺഫേംഡ് ആണ്. കാരണം ക്യാൻഡിലും റെഡ് ഉണ്ട്, താഴെ റെഡ് ഉണ്ട്, സെൽ സോണും ഉണ്ട്. ഇത് 3 ഓക്കെയാണ്. സപ്പോർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് പോർഷൻ ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആക്യുറസി ലെവലാണ്. അവിടെ നിന്ന് ഇപ്പോൾ 45 പോയിന്റോളം നമുക്ക് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നോക്കി വെച്ചാൽ മതി. ഇപ്പോൾ സെല്ലാണ് ബൈ ആണെങ്കിലും വരുന്നെങ്കിൽ കൺഫർമേഷൻ നോക്കാം. അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കാം. പക്ഷേ നമ്മൾ 1 മിനിറ്റ് നോക്കുമ്പോൾ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുന്ന കുറച്ചൊരു ആക്യുറസി ലെവൽ കൂടും. അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 48,300 നല്ലൊരു ഹൈക്ക് മോർണിംഗിൽ തന്നെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹൈക്ക് ഇത് ഇവിടുന്ന് രാവിലത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ രാവിലത്തെ ട്രേഡിലേക്ക് തിരിച്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് 4405 നിന്ന് നേരെ ബ്രേക്ക് ചെയ്ത് 5 വരെ പോയിട്ടുണ്ട്. അവിടെ തിരിച്ച് പിന്നെ 468 നേരെ മാർക്കറ്റ് പിന്നെ കയറി 597. അപ്പോൾ നല്ലൊരു ഹൈക്ക് 2 ട്രേഡിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ് വർക്കൗട്ട് ആവുന്നത് ലൈവിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സിമ്പിളാണ്. ഇതേപോലെ തന്നെയാണ് നിഫ്റ്റിയുടെയും ഇന്ന് ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയ ശേഷം തിരിച്ച് കയറി പുൾ ബാക്ക് ഒന്ന് പിന്നെയും തിരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഹൈക്ക് പിന്നെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ട്രേഡ് ഇവിടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ അവിടുന്ന് 22,380 മാർക്കറ്റ് നേരെ കയറി 474 വരെ പോയിട്ടുണ്ട്. നല്ലൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രേക്ക്ഔട്ടിൽ അത് കഴിഞ്ഞ് സെല്ലും വന്നിട്ടുണ്ട്. പിന്നെ എഗെയിൻ അടിച്ച് പിന്നെയും കയറി പിന്നെ കുറേ നേരം കൺസോളേഷൻ നിൽക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റാണ് നമുക്ക് മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക്ഔട്ട് 1 മണിക്ക് ശേഷം, ഒരു 12:30 മണിക്ക് ശേഷം നമുക്ക് മാർക്കറ്റ് പോയത്. അപ്പം നല്ലൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് സക്സസ്ഫുൾ, അതായത് പെട്ടെന്ന് എൻട്രി പെട്ടെന്ന് എക്സിറ്റ് നമ്മൾക്ക് ഏത് സിഗ്നൽസിൽ എടുക്കാം, നിങ്ങൾക്ക് ലൈവിൽ ഏതൊക്കെ സിഗ്നൽ എടുക്കാം, അതേപോലെ നമുക്ക് ബ്രേക്ക്ഔട്ട് പോകുന്ന പോർഷൻ എങ്ങനെയാണെന്നൊക്കെ ലൈവിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈവിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് 2 നമ്പർ കൊടുത്തിട്ടുണ്ട്.